നമസ്കാരം. ബേസിക് സ്വിങ് മെഷീൻ എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചും ഹെറിംഗ്ബോൺ സ്റ്റിച്ചുമാണ്. ബാക്ക് സ്റ്റിച്ച് ഞാൻ ഇതിനു മുമ്പ് ഉഷ ജനോം സ്വിങ് മെഷീനിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ബാക്ക് സ്റ്റിച്ച് ഓർഡിനറി സ്വിങ് മെഷീനിൽ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമായിട്ടാണ്. ഉഷ ജനോം ഇലക്ട്രിക് സ്വിങ് മെഷീനിൽ സിക്സാക് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ഞാൻ ബാക്ക് സ്റ്റിച്ച് കാണിച്ചു തന്നത്. ഓർഡിനറി സ്വിങ് മെഷീനിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. കൂടാതെ ഹെറിംഗ്ബോൺ സ്റ്റിച്ചും നോക്കാം. പ്രഷർ ഫൂട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. ഫീഡ് ഡോഗ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസം വരുത്തണം. നമുക്കിത് സെൻറ്ററിലോട്ട് വെക്കാം. നൂലിൻ്റെ ടെൻഷൻ കുറച്ച് കുറയ്ക്കുന്നതിന് ഇത് ലൂസാക്കി കൊടുക്കാം. ഇത്രയുമാണ് സെറ്റിങ്സ്. ഓർഡിനറി സ്വിങ് മെഷീനിൽ നമ്മൾക്ക് റണ്ണിങ് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതുപോലെ മുമ്പോട്ടും പുറകോട്ടും പല പ്രാവശ്യം ഒരു സ്റ്റിച്ചിന് മുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിനെ ഭംഗിയാക്കാം. ഒരു സ്റ്റിച്ചിൻ്റെ അവസാന പോയിന്റിൽ നിന്നും അടുത്ത സ്റ്റിച്ചിൻ്റെ ആദ്യ പോയിൻ്റായിട്ട് കണക്കാക്കി അടുത്ത സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. കണ്ടോ, ബാക്ക് സ്റ്റിച്ച് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഇതുകൊണ്ട് ഡിസൈൻ്റെ ബോർഡറും അതുപോലെ തന്നെ ഡിസൈൻ ഫില്ല് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. ബോൺ സ്റ്റിച്ച് ചെയ്യാം. ഇത് സാധാരണ ഹാൻഡ് എംബ്രോയ്ഡറിയിലാണ് ഹെറിംഗ്ബോൺ സ്റ്റിച്ച് സാധാരണ വരുന്നത്. എന്നാൽ നമുക്ക് സ്വിങ് മെഷീനിലും ഹെറിംഗ്ബോൺ സ്റ്റിച്ച് ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 2 പാരൽ ലൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇനി ചെയ്തു തുടങ്ങാം. ആദ്യം ഒരു കെട്ടിടാം. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ പല പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് ഒരു സ്റ്റിച്ചിനെ ഭംഗിയാക്കാം. അതിനുശേഷം പുറകുവശത്തുള്ള പോയിന്റിൽ നിന്നും എതിർവശത്തുള്ള ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്ത് അവിടെ വേറൊരു സ്റ്റിച്ച് ഉണ്ടാക്കാം. വീണ്ടും ആ സ്റ്റിച്ചിൻ്റെ ബാക്ക് പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈനിലേക്ക് കടന്ന് ഒരു സ്റ്റിച്ച് ഉണ്ടാക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നടുക്ക് ഇതുപോലെ ക്രോസ് ലൈനുകൾ വരുമ്പോഴാണ് സ്റ്റിച്ച് ഭംഗിയായി ഹെറിംഗ്ബോൺ സ്റ്റിച്ച് പോലെ തന്നെ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഹെറിംഗ്ബോൺ സ്റ്റിച്ച് നമ്മൾ എംബ്രോയ്ഡറി സ്വിങ് മെഷീനിൽ ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം.
കഴിഞ്ഞു. ഇത് കണ്ടോ, ഹെറിംഗ് ബോൺ സ്റ്റിച്ച് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.